സർ, ശബരിമല യുവതീ പ്രവേശം ഒരു കാലത്ത് സർക്കാർ നിലപാട് എന്ന് പറയുന്നത് ശബരിമലയിൽ യുവതികളെ കയറ്റും, അല്ലെങ്കിൽ ആ രീതിയിൽ ആരെയും വേർതിരിച്ച് കാണാൻ ഞങ്ങൾ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സർക്കാർ നിലപാടായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ പുറത്തുവരുന്ന വാർത്തകൾ ആ നിലപാടിന് നേർ വിപരീതമായി ഇതാ സർക്കാരിന്റെ പുതിയ നിലപാട് എന്നാണ്. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കും, ശബരിമലയിൽ യുവതീ പ്രവേശനം നടത്തിയ നിലപാട് തിരുത്തും എന്നാണ് സർക്കാർ ഏറ്റവും ഒടുവിൽ പറയുന്നത്. ഒടുവിൽ ഇതാ സർക്കാർ തന്നെ തിരിച്ചറിയുന്നു അന്നെടുത്ത നിലപാട് വളരെ തെറ്റായിരുന്നുവെന്ന്. ആ നിലപാട് തെറ്റാണ് എന്ന് തിരിച്ചറിയുന്നതാണ് പുതിയ നിലപാട് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. എങ്ങനെ വിലയിരുത്താം രാജഗോപാൽ സർ? അതുതന്നെയാണ് ഇത് ആ ഒരു വിഷയത്തിൽ സംഭവിച്ച സർക്കാരിന് പറ്റിയിരിക്കുന്ന തലവേദന അതാണ്. ആവശ്യമില്ലാത്തൊരു കുരുക്കിലേക്ക് എടുത്ത് ചാടിയതാണ്. നവോത്ഥാനവും പുരോഗമനവും ഒക്കെ നടത്താൻ വേണ്ടി പോയതാണ്. അതിനുവേണ്ടി തൊട്ട് കളിച്ചത് ഹിന്ദുക്കളുടെ എന്നല്ല, സർവ്വമതസ്ഥരുടെ എന്ന് പറയാം. സർവ്വമതസ്ഥരുടെയും പ്രധാന ആരാധനാ കേന്ദ്രവും ഇന്ത്യയിലെ പ്രധാന ആരാധനാ കേന്ദ്രവും ശബരിമലയെ തൊട്ട് കളിക്കാൻ പോയി. അവിടാണ് ഏറ്റവും പെട്ടെന്ന് നവോത്ഥാനം നടപ്പാക്കാമെന്നൊരു തെറ്റിദ്ധാരണയുണ്ടായി. ആരോ പറഞ്ഞു കൊടുത്ത അഡ്വൈസ് ആണെന്ന് തോന്നുന്നു. അത് എവിടെ പോയി തിരിച്ചടിച്ചു? അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പിന്നീട് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ദോഷകരമായിട്ട് ബാധിച്ചു. അന്ന് മുതൽ സർക്കാരിന് തലവേദനയാണ്. ശബരിമലയിലെ ഓരോരോ വിഷയങ്ങളും അന്ന് മുതലേ ഈ 10 വർഷം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിന് സർവത്ര തലവേദനയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ സംഭവങ്ങൾ നോക്കുക. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ വന്ന് നിൽക്കുകയാണ്. പടിവാതുക്കൽ വന്ന് നിൽക്കുമ്പോഴും ശബരിമല തന്നെ മറ്റൊരു വിഷയമായിട്ട് വരുന്നു. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല സുപ്രീം കോടതിയിൽ ആ കേസ് വരുന്നത്. ഈ മാസം പരിഗണിക്കാൻ പോകുന്നത് അതിന്റെ പേരിലല്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെയാണ് സർക്കാരിന് പറ്റുന്ന ഓരോ അബദ്ധങ്ങളാണ്. ഇതിന്റെ ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പുമായിട്ടോ കേരളത്തിലെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട നിലനിൽപ്പുമായിട്ടോ ബന്ധപ്പെട്ട കാര്യങ്ങളെ ആശ്രയിച്ചാണ് വരുന്നത്. അതാണ് അതിന്റെ ഒരു വിധി വൈപരീത്യം എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. അപ്പൊ ഈ കേസ് ഇപ്പൊ ഇന്നാണ് കൊടുക്കേണ്ടത്. ഇന്ന് അവസാന ദിവസമാണ്. കേരള സർക്കാരിനോട് എഴുതി കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എല്ലാ സർക്കാർ ഇപ്പൊ 64ഓളം പുനഃപരിശോധനാ ഹർജിയാണ് വരുന്നത്. ഇപ്പൊ ശബരിമല വിഷയം മാത്രമല്ല കോടതി പരിഗണിക്കാൻ പോകുന്നത്. ആദ്യം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച്, ഒരു 3 അംഗ ബെഞ്ചാണ് ഇത് പരിഗണിക്കുന്നത്. ഇത് വടക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വിധവകളായ പാഴ്സി യുവതികളുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ ജാതി മത സംഘടനകളുടെയും ഒക്കെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 64 പുനഃപരിശോധനാ ഹർജികൾ പരിശോധിക്കുകയാണ്. അത് 9 അംഗ ഭരണഘടനാ ബെഞ്ചാണ് കേസ് കേൾക്കുന്നത്. അപ്പൊ അതിനകത്തേക്കാണ് നമ്മുടെ ശബരിമലയും അതിനകത്തേക്ക് വന്ന് പെട്ടുപോയതാണ്. ഇതിനകത്ത് ശരിക്കും സർക്കാർ ചെന്ന് പെട്ടുപോയതാണ്. പെട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് തീരുമാനം എടുക്കാമായിരുന്നു. പക്ഷെ അത് അന്ന് ഔചിത്യപരമായ ഒരു തീരുമാനം എടുത്തില്ല. അതാ സംഭവിച്ചു പോയിരിക്കുന്നത്. സത്യത്തിലെ ശബരിമലയില് അന്നത്തെ വിധിക്കകത്ത് ശബരിമല ശരിക്കും അടങ്ങും വന്നിരുന്നില്ല. അതിനകത്ത് അങ്ങനെ ഒരു പരാമർശം പോലും ഉണ്ടായിരുന്നില്ല. ആകെ കൂടെ അന്നത്തെ വിധിയിൽ 18ലെ വിധിയിൽ പറഞ്ഞിരുന്നത് ശബരിമലയില് ജെൻഡർ ഇക്വാളിറ്റി, വനിതകൾക്ക് തുല്യാവകാശം കൊടുക്കണം. അത് വടക്കേ ഇന്ത്യയിലെ ചില ക്ഷേത്രങ്ങളിലൊന്നും അവർക്ക് അത്തരം അവകാശങ്ങൾ കിട്ടുന്നില്ല. കുറെ സംഘടന അതിനോടൊപ്പമാണ് യങ് ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന. അവരാണ് ഇതിനകത്തിൽ ശബരിമലയെ കയറ്റിയത്. ശബരിമലയോട് ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന അവിടെ യുവതികൾക്ക് കയറാൻ പറ്റുന്നില്ല എന്നൊരു വാദം അതിനകത്ത് ഉന്നയിച്ചത്. പക്ഷെ ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നുണ്ടല്ലോ. അവിടെ ജെൻഡർ ഇൻഇക്വാളിറ്റിയുടെ പ്രശ്നം വരുന്നില്ല. അവിടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ ഒഴിച്ച്, അതതിന്റെ വിശ്വാസമാണ്, ക്ഷേത്രത്തിന്റെ വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഒഴിച്ചു ബാക്കിയ സ്ത്രീകൾ കയറുന്നുണ്ട്, അവിടെ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് പറയുന്നതിനോ അതിന്റെ പേരില് ഈ ക്ഷേത്രത്തെ മാറ്റി നിർത്തുന്നതിനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നില്ല. അല്ലെങ്കിൽ ഇന്നിപ്പോ പറഞ്ഞിരിക്കുകയാണല്ലോ, പണ്ഡിതന്മാരുമായിട്ട് ആലോചിക്കണമെന്ന്. ശബരിമലയിലെ ഈ കേസ് വിധി സംബന്ധിച്ച് പണ്ഡിതന്മാരുമായിട്ട് ആലോചിക്കണമെന്നാണ് CPM-ന്റെ നേതാക്കന്മാര്, ME ഗോവിന്ദൻ അടക്കമുള്ള ദേവസ്വം മന്ത്രിയൊക്കെ പറയുകയാണ്. ആചാരങ്ങളും വിശ്വാസവും ഒക്കെ ആലോചിക്കേണ്ടത് പണ്ഡിതന്മാരുമായിട്ട് വേണം. അല്ല ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ പോരാ. ഇങ്ങനല്ല 2018 പറഞ്ഞത്. 2018 മുഖ്യമന്ത്രി അടക്കമുള്ളവർ എന്താണ് പറഞ്ഞത്? ഇതാ വിധി വന്നിരിക്കുന്നു, ശബരിമലയിൽ എത്രയും പെട്ടെന്ന് യുവതികളെ കയറ്റാം, വിധി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എത്രയും പെട്ടെന്ന് യുവതികളൊക്കെ ഓടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ശബരിമല കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നു. കേരളത്തിൽ ഏതെങ്കിലും യുവതികൾ പോയിരുന്നോ? ആ പ്രായത്തിനിടയിലുള്ള ഒരു യുവതികളും അവിടെ പോയില്ല. ആരും സ്വയം പോകാൻ തയ്യാറായില്ല. കാരണം അവരുടെ വലിയ വിശ്വാസമാണ് ആ. പിന്നെ അവസാനം കൂലിക്കാളിലെ കൊണ്ടുവരേണ്ടി വന്നു അല്ലേ? തമിഴ്നാട്ടിൽ പോയി ഒരു ലോറ് ഒരു 10-15 മനീതി തീവ്രവാദികളെയൊക്കെ കൊണ്ടുവന്നു. ഇവിടെ 1-2 ആളുകൾ
രഹന ഫാത്തിമയെ കൊണ്ടുവന്നു, കനകദുർഗ, ബിന്ദു അമ്മിണി, ഇങ്ങനെയൊക്കെയുള്ള ചില ആക്ടിവിസ്റ്റുകൾ എന്തിനും തയ്യാറായിട്ടുള്ള അവർ തയ്യാറായിരുന്നു. അവര് ശബരിമലയിൽ പോലീസ് അകമ്പടിയോട് കയറാൻ. അപ്പൊ വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ശബരിമലയിലെ ഹിന്ദു സംഘടനകളടക്കം RSS, BJP അടക്കമുള്ള ഹിന്ദു സംഘടനകളെ, വിശ്വാസികളെ വലിയ പ്രക്ഷോഭം നടക്കുന്ന സമയമാണ് അവിടെ. അതിനിടയിൽ കൂടെ പോലീസ് അകമ്പടിയോടുകൂടി കയറ്റുകയാണ് അവിടെ ചെയ്തത്. അങ്ങനെ കയറ്റി നേരം വെളുക്കുന്ന സമയത്ത് 3 മണിക്ക് നട തുറന്ന സമയത്ത് യുവതികളെ അവിടെ കൊണ്ടുപോയി ആചാരം ലംഘിച്ചു. വലിയ വാശിയായിരുന്നു, എന്തോ വലിയ വാശി സാധിച്ചെടുത്തതുപോലെയായിരുന്നു. 2 യുവതികൾ ശബരിമലയിൽ കയറി കഴിഞ്ഞപ്പോൾ കേരളം മുഴുവൻ നവോത്ഥാനമായി എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ സ്ത്രീകൾക്കെല്ലാം ഇതാ തുല്യ അവകാശം കിട്ടിയിരിക്കുന്നു, ഇനി അവർക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമായിരിക്കുന്നു, അല്ലെ? അതിനുവേണ്ടി മതില് കെട്ടി, തെക്കോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മതില് കെട്ടി. ഹിന്ദു, അതായത് ശബരിമല ആചാരം ലംഘിച്ച മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ വരെ റോഡിലിറക്കി നിർത്തിക്കൊണ്ടാണ്. നോക്കുക, ഒരു ആരാധനാലയത്തോടെ അന്നത്തെ ചെയ്ത ക്രൂരമായ പ്രവർത്തികൾ, അതിന്റെയൊക്കെ തിരിച്ചടിയാണ് സർക്കാർ അന്നുകൊണ്ട് ഏൽക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇതിനൊരു ഈ ആപത്ത് വരുമ്പോ കൂട്ടത്തോടെ വരുന്നു എന്ന് പറഞ്ഞതിന്റെ ഒരു കാര്യം ഇതുകൊണ്ടാണ്. ഇപ്പൊ കൃത്യമായിട്ട് ഡേറ്റ് ഈ അടുത്ത 2 ചൊവ്വാഴ്ച ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ്. നോക്കുക, കേസ് വന്നിരിക്കുന്നത് ഇന്നാണ്. കേസ് വരുന്നത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് പറയാൻ പറഞ്ഞിരിക്കുകയാണ് സർക്കാരിനോട്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശബരിമലയിലെ യുവതി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന്റെ അഭിപ്രായം. ഇത് മാത്രമല്ല കേൾക്കുന്നത് കേട്ടോ, ഭരണഘടനാപരമായ ഒരുപാട് കാര്യങ്ങൾ ഈ ബെഞ്ച് കേൾക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പഴയ അഫിഡവിറ്റിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതാണിന്ന് സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ AG പോയിട്ടുണ്ട്, അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള ആളുകൾ പോയിട്ടുണ്ട്. ഗവൺമെന്റിന് വേണ്ടി ഇന്ന് സത്യവാങ്മൂലം കൊടുക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് നവോത്ഥാനം മറ്റു കാര്യങ്ങളൊക്കെ വേണം, എല്ലാ സ്ത്രീകൾക്കെല്ലാം ഒരേപോലെ തന്നെ സ്വാതന്ത്ര്യം വേണം. അതാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യമാണല്ലോ, ആർട്ടിക്കിൾ 25. അത് ഞങ്ങൾ അനുവദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും, സ്ത്രീകൾക്കൊക്കെ അടക്കം തുല്യ അവകാശം കൊടുക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല. ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന നിലയിൽ ഞങ്ങൾക്കൊരു അഭിപ്രായവുമില്ല. അതൊക്കെ പണ്ഡിതന്മാരുമായിട്ടും അറിവുള്ളവരുമായിട്ടും ഒക്കെ ചേർന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. അപ്പൊ നോക്കുക, ഒരു നേരെ ഒരു കാര്യം പറയാനും പറ്റുന്നില്ല ഈ സമയത്ത്. ഇന്ന് കൊടുക്കുന്ന സത്യവാങ്മൂലത്തിൽ പോലും ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പഴയ അഫിഡവിറ്റിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതോ അതിനെ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അതിനകത്ത് വെള്ളം ചേർക്കാനാണോ ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് കൃത്യമായിട്ട് വരുന്നില്ല. ഇപ്പൊ ഇന്ന് വൈകുന്നേരം AG കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. AG കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതറിയാൻ പറ്റും. എന്തായാലും പിന്നോട്ട് പോക്കാണ്. നമ്മൾ പറഞ്ഞത് U-ടേണോ S-ടേണോ എന്നൊക്കെ പറയാം. US വളവ് തിരിക്കുന്നത് പോലെ ഇട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആദ്യത്തെ നിലപാടിൽ നിന്ന് മാറ്റം വരികയാണ്. ഒരു കാരണവശാലും യുവതികളെ ശബരിമലയിൽ കയറ്റണ്ട, അത് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അത് വന്നു കഴിഞ്ഞു. പക്ഷെ അതിനോടൊപ്പം തന്നെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ, തുല്യത പാലിക്കണമെന്ന്. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് പറയാം. അവിടെ ഇല്ല എന്നൊരു നിലപാടില് അതേ പറ്റുകയുള്ളൂ സർക്കാരിന്. പിന്നെ ആകെ കൂടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നോക്കുക, അപ്പോഴും ദേവസ്വം ബോർഡിനെ കൂട്ടുപിടിക്കുകയാണ്. ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നത് കൊണ്ടും അവരുടെ ബോർഡ് ആയതുകൊണ്ടും ബോർഡ് അത് അനുവദിക്കും. കാരണം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഈ ക്ഷേത്രത്തിന്റെ ചുമതലക്കാർ അവരാണല്ലോ. ഇവിടെ എന്ത് വേണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ഗവൺമെന്റിന് കൈയെഴുകാനുള്ള പറ്റിയ ഒരു മാർഗം എന്ന് പറയുന്നത്, ഗവൺമെന്റ് എങ്ങും തൊടാത്ത അഭിപ്രായം പറയുക, അവിടെയും ചവിട്ടുക, ഇവിടെയും ചവിട്ടുക. ഇവിടെ ചവിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നവോത്ഥാന സമിതിക്കാരെല്ലാരും കൂടെ വോട്ട് തിരിച്ചു കുത്തിയാൽ എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം തന്നെ KPMS അടക്കമുള്ള നവോത്ഥാന സമിതിയുടെ ആളുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഒരിക്കലും സത്യവാങ്മൂലത്തിൽ നിന്ന് പുറമോട്ട് പോകരുത്, നമുക്ക് ഇത്ര പെട്ടെന്ന് നവോത്ഥാനം നടപ്പാക്കേണ്ടതാണ്. 2 യുവതികൾ കയറി നടപ്പാക്കി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് വളരെ പെട്ടെന്നൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കൂടെ നിന്ന ആളുകളാണ്. തിരിഞ്ഞു കുത്തിയാൽ എന്ത് ചെയ്യും? അതും പ്രശ്നമാവും. അതുപോലെ വിശ്വാസികളുടെ വോട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വിശ്വാസികൾക്കെതിരായിട്ട് ഗവൺമെന്റ് ഒരു സത്യവാങ്മൂലം കൊടുത്ത് അതും പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് എങ്ങും തൊടാത്തൊരു നിലപാടെടുക്കുകയാണ്. 2 വള്ളത്തിലും കാലി ചവിട്ടുക എന്ന് പറയുന്ന നിലപാടിൽ നിൽക്കുകയാണ് സർക്കാർ. അപ്പൊ അതിന് പകരമായിട്ടൊരു കാര്യം ചെയ്യാവുന്നത്, ഈ നിലപാട് സർക്കാർ എടുത്ത ശേഷം ദേവസ്വം ബോർഡിനെ കൊണ്ട് തിരിച്ചു കൊടുപ്പിക്കുക. ദേവസ്വം ബോർഡാണല്ലോ ഇത്തരം കാര്യങ്ങളിൽ അധികാരിയുമായിട്ട് പറഞ്ഞു. അവരെ കൊണ്ട് ഞങ്ങൾ വിശ്വാസികൾക്കും അതേപോലെ തന്നെ ആചാരം സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ ശബരിമലയിൽ ആ തീരുമാനം മതി. ഇനി യുവതികളെ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. പോലീസ് അകമ്പടിയോ എസ്കോർട്ടോ ലാത്തി ചാർജോ അടിയോ ബഹളങ്ങളോ ഒന്നും വേണ്ട. ഞങ്ങൾ വളരെ മാന്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാണ്. ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ പോകട്ടെ എന്നൊരു തീരുമാനത്തിലേക്കാണ് വരുന്നതെന്ന് തോന്നുന്നു. വൈകിട്ട് AGയുടെ സത്യവാങ്മൂലം വരുന്നുണ്ട്. സത്യവാങ്മൂലം അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വരും. എന്തായാലും തിരിഞ്ഞു കഴിഞ്ഞു. മുമ്പ് പറഞ്ഞതുപോലെ ആദ്യത്തെ നിലപാടിൽ നിന്ന് സർക്കാർ മാറുകയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ദേവസ്വം ബോർഡ് കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
യെസ്. എന്തായാലും ഈ രീതിയിൽ ശബരിമലയിലെ വിഷയം എത്രയും വേഗം പരിഹരിക്കണം എന്നത് സർക്കാരിന്റെ കൂടി ഒരു ആവശ്യമാണ്. കാരണം തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഏതെങ്കിലും രീതിയിൽ വിശ്വാസികൾക്കെതിരാണ് സർക്കാർ എന്നൊരു തോന്നൽ ഇനിയും പൊതുസമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാകും എന്ന ഉത്തമ ബോധ്യം മറ്റാരെക്കാളും നന്നായി സർക്കാരിനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത നിലപാട് തിരുത്തും. അതാണ് സർക്കാരിന്റെ പുതിയ നിലപാടെന്ന് സർക്കാർ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഏത് രീതിയിൽ ശബരിമല വിഷയം ഇനി സർക്കാർ കൈകാര്യം ചെയ്യാൻ പോകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാൻ സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.